നമസ്കാരം. വീണ്ടും മണി പീച്ച് മലയാളം ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു ഞാൻ നോക്കണ സമയം. ഒരുപാട് സമയം പോസിറ്റീവായിട്ട് ഇരിക്കത്തില്ല. മേ ബി 5 ദിവസം ഒരേടിയായിട്ട് നെഗറ്റീവ് ആയിരുന്ന കാരണം കുറച്ച് ഗ്യാപ്പ് വിട്ട് ഓക്സിജൻ കൊടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചോ എന്തോ. ഇത് കാരണം പെട്ടെന്ന് മാർക്കറ്റ് തിരികെ റിവേഴ്സ് ആകാൻ തുടങ്ങും. വിഷമിക്കേണ്ട നിങ്ങൾ. ഈ നാരോ ബാൻഡിൻ്റെ അകത്ത് തന്നെ മാർക്കറ്റ് ഇരിക്കും. അതിൻ്റെ അകത്ത് ഒക്ടോബർ 10 റിസൾട്ട്സ് വരും. ആ റിസൾട്ട് തന്നെ മാർക്കറ്റിൻ്റെ ഡിറക്ഷനെ ഡിറ്റർമിൻ ചെയ്യും. അതുവരയ്ക്കും വലുതായി ഒരു ന്യൂസൊന്നുമില്ല. സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. 10,700 തൊട്ട് 24 ക്യാരറ്റ് ഗോൾഡ് 11,673 ഇരിക്കുന്നു. നിങ്ങൾ സ്റ്റാമ്പിങ്ങിനെയും GSTയും ചേർത്തുവെങ്കിൽ 12,000 ക്രോസായി പോയി. ഒഫീഷ്യലായി ഒരു 12,000 ക്രോസ് ചെയ്തുവെങ്കിൽ നമ്മൾ 11,000 വരും. അടുത്ത് സ്വർണം കയറാൻ ഒരു ഇമ്മീഡിയറ്റ് ചാൻസാണ്. അറിയണം, അത് കുറയാൻ ചാൻസ് ഉണ്ട്. ഫെഡറൽ റിസർവിൽ എന്ന് നടക്കുന്നു എന്നാണ്. ഫെഡറൽ റിസർവിൽ റേറ്റ് കട്ട് ഇടുന്നുവെങ്കിൽ ഗോൾഡ് പെട്ടെന്ന് കയറും. ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു 100-200 കുറഞ്ഞ് തിരികെ കയറും. ബട്ട് ഒരു 15-20 ദിവസം കൊണ്ട് 10,000 മുകളിൽ ഇരിക്കുന്നു. ഇവിടെ സ്റ്റെബിലൈസ് ആയി 10,500 മുകളിൽ തന്നെ സ്റ്റെബിലൈസ് ആയിരിക്കുന്നു. ഇതിൽ എന്തെന്ന് വെച്ചാൽ 18 ക്യാരറ്റ് ഗോൾഡ് തന്നെ 8,000 രൂപ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഗോൾഡ് എന്ന് പറയുന്നത് കോമൺ മാൻ്റെ റീച്ചിനെ വിട്ടിട്ട് വെളിയിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഗോൾഡ് ബീസ് തന്നെ ഒരേ ഓപ്ഷൻ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരേ ഡെഫിനറ്റ് ചാൻസ് ആണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്ഥലത്തിനെ വിട്ടുകൊണ്ട് വെളിനാട്ടിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം നടന്നിരിക്കുന്നത്. മാസത്തിന് 1 ബില്യൺ വെളിയിൽ പോയി എന്ന് വച്ചിരിക്കാം. നമ്മൾ ആ ബിയും വിറ്റ് അവർക്ക് ഒരു വഴി കൊടുത്ത് വച്ചിരിക്കുന്നു. സോ ഓവറാളം നോക്കിയെങ്കിൽ മാർക്കറ്റ് വീക്കായിട്ടുണ്ട്. തിരികെ സ്റ്റോക്കിന് വിൽക്കും. $2.3 ബില്യൺ വിറ്റിട്ടുണ്ട്. ഗോൾഡ് സെൻസെക്സ് റേഷ്യോ എന്ന് പറയും. ഗോൾഡ് എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നു, സെൻസെക്സ് എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇപ്പോൾ അത് 1:1.4 ആയിരിക്കുന്നു. ഈ വർഷത്തിൽ നിഫ്റ്റിയെ നോക്കിയെങ്കിൽ നിഫ്റ്റി 4% കയറിയിരിക്കുന്നു. ഗോൾഡ് ആൽമോസ്റ്റ് 50% കയറിയിരിക്കുന്നു. ഇവിടെ ഒരു ഡൈവേർജൻസ് പെർഫോമൻസിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതിനെ കേട്ട് ഗോൾഡ് ബീസിനെയും ഗോൾഡിനെയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ലാഭമാണ്. മ്യൂച്വൽ ഫണ്ടെങ്കിൽ നഷ്ടമാണ്. ലാസ്റ്റ് 1 ഇയറിൽ ഡെഫിനറ്റായിട്ട് നഷ്ടമാണ്. ടിയെ മാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ഇയർ ത്രൂ ഔട്ട് നിങ്ങൾ നഷ്ടത്തിൽ തന്നെ ഇരുന്നിരിക്കും. ജാനുവരി 1 ഇപ്പോൾ വരയ്ക്കും ഒരു 4% കയറിയിരിക്കുന്നു. അത് ഇൻഫ്ലേഷനെ കൂടെ ബീറ്റ് ചെയ്യും. ഇത് നടക്കുമെന്ന് നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഗോൾഡ് ട്രംപ് എല്ലാം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇൻക്ലൂഡിങ് ബോണ്ട് എല്ലാ റിട്ടേണെയും ഗോൾഡ് ട്രംപ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ. നിങ്ങൾക്ക് ഒരുപാട് TV ചാനലും യൂട്യൂബ് ചാനലും പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരയ്ക്കും ടയേർഡ് ആഹാതെ തിരികെ പറയണ ഒരേ കാര്യം എന്തെന്ന് വെച്ചാൽ ഗോൾഡ് ഇറങ്ങാൻ ഏതൊരു ചാൻസും ഇല്ല. എങ്ങനെയെങ്കിലും ഓവർ പോട്ടായി കുറച്ച് കുറഞ്ഞാവുണ്ട്. ഈ 9 മാസത്തിൽ ഗോൾഡ് ഒவ்வொரு മാസവും കയറിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം തീർന്ന സമയം നിയർലി 10% കയറിയിരിക്കും. ഇത് ഒരു വലിയ പ്രഷറായിരിക്കും. ടാറ്റ മോട്ടോഴ്സ് 2 കമ്പനിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒക്ടോബർ 1 ഡീമർജർ ആകും. ആക്ച്വലായിട്ട് ഷെയർ എന്നാണ് പിരിയുന്നത് എന്ന ഡേറ്റ് അനൗൺസ് ആയില്ല. 1 തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. എന്ന് നിങ്ങൾക്ക് ഷെയറിനെ പിരിച്ചു തരണോ അന്ന് നിങ്ങൾക്ക് കാർ കമ്പനി തനി, കമേഴ്ഷ്യൽ വെഹിക്കിൾ തനി എന്ന് തരും. ഓണർ പക്ഷേ ഒരേ ആൾ തന്നെ. ആ ഓണർ ടാറ്റയാണ്. TCSൽ 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ആൾമോസ്റ്റ് വൈപ്പ് ഔട്ടാണ്. UK JLRനെ റീസ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് $2 ബില്യൺ വേണം. ഈ $2 ബില്യൺ ചീപ്പാൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ബാങ്കിന് പോണ സമയം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറഞ്ഞായിരുന്നു. ഇൻട്രസ്റ്റിനെ കുറയ്ക്കാൻ UKയുടെ ഗവൺമെൻറ് തന്നെ ഗ്യാരണ്ടി കൊടുത്തു അവർക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇവർ എന്തുകൊണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ ജോബ് ലോസ് ആയെങ്കിൽ പ്രോബ്ലമാണ്. അവിടെ സിസ്റ്റമേ കംപ്ലീറ്റ് ആയിട്ട് കൊലാപ്സ് ആയിരിക്കുന്നു. തിരികെ സിസ്റ്റമിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ $2 ബില്യൺ ആകും. അതിന് 5 വർഷത്തിൽ തിരികെ അടയ്ക്കുന്നതായിട്ട് ടാറ്റ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് വന്ന ന്യൂസ്. ടാറ്റ സൺസിന് ഒരു ടൈം ലൈൻ കൊടുത്തായിരുന്നു. ആ ടൈം ഇന്നോട് തീരുന്നു. എന്തിലിടുമെന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യാനാണ്. ടാറ്റ ലിസ്റ്റ് ചെയ്യാതെ കംപ്ലൈൻസ് ഒക്കെ ഞങ്ങൾ ചെയ്തു. ടാറ്റ സൺസിൽ കടനില്ല എന്നെന്ത് പറഞ്ഞു. ടാറ്റ ക്യാപിറ്റൽ ലിസ്റ്റിങ്ങിന് ഒക്ടോബർ 1 ഡേറ്റ് പറഞ്ഞു. ഒക്ടോബർ 1 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇട്ടെങ്കിൽ അത് ലക്കാണ്. കറക്റ്റ് എന്ന് പറയണമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഗോൾഡൊന്നും ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് കാശ് എടുത്തുകൊണ്ട് പുതിയ ഗോൾഡ് വാങ്ങണ്ട.
ജുവൽ വാങ്ങിയുണ്ട് നിങ്ങളെ പാക്കറ്റിൽ നിന്ന് 10-15% കൊടുത്തുവെങ്കിൽ ഞങ്ങൾ ലാഭത്തിന് വയ്ക്കും. ആ പഴയ ഗോൾഡിനെ ഉരുക്കി ഞങ്ങൾ തിരികെ ചെയ്യും. ഈ സമയം കൊണ്ട് മിഡിൽ ക്ലാസ്സിന് ഇതാണ് ഹോപ്പ് എന്നെയാണ് പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ സ്വർണം വച്ചിരിക്കുന്ന ആൾക്കാർ ഒരു കൂട്ടം, ഇല്ലാത്ത ആൾക്കാരാണ് ഒരു കൂട്ടം. ഇന്ന് രണ്ടാ പിരിക്കുന്നു. ഇതന്നെ മുമ്പേ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒന്ന് പിരിവ് വരുമെന്ന്. ഇപ്പം അത് ഒഫീഷ്യലായി കൺഫേമായി. ഇപ്പം എന്തെന്ന് വെച്ചാൽ അസെഞ്ചറിൽ 11,000 പേരിനെയാണ് ജോലിയിലെടുത്തത്. നിങ്ങളെ ഈ സർവീസ് ഈ കമ്പനിക്ക് ആവശ്യമില്ല, നിങ്ങൾ പോകാം എന്ന് പറഞ്ഞു ലാപ്ടോപ്പ് ID കാർഡൊക്കെ വാങ്ങിയായിരുന്നു തിരികെ. ഇതിന് നോക്കി ഓടിയവരൊക്കെ തനി. അതൊക്കെ വാറണ്ടറി സെപ്പറേഷനാണ്. ഇത് ലേ ഓഫാണ്. എല്ലാം ചേർത്ത് വെങ്ങിൽ അസെഞ്ചർ ഒരു 25,000 പേരിനെ ഗാലിയാക്കിയിരിക്കും. ഇനിയും അവർ ഗാഡി ആക്കേണ്ടി തന്നെ ഇരിക്കുന്നു. ITC ഹോട്ടൽ എന്ത് പറയണമെന്ന് വെച്ചാൽ താജിനെ പോലെ ഞങ്ങൾ സിഗ്നേച്ചർ റെസിഡൻസ് കെട്ടും എന്നാണ് പറയുന്നു. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബിൽഡർ ഒരു വീട് കെട്ടും. ഇവിടെ ഡോറിനവൈ അവിടെ ഡോറിനവൈ, അവിടെ ഈ ബെഡ്റൂം ഇവിടെ ഇട അവിടെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് നല്ല പോളിഷ് അടിച്ചുകൊണ്ട് ITC എന്ന പേരെണ്ണ ഒട്ടി അതിന് എക്സ്ട്രാ 2,000 രൂപ സ്ക്വയർ ഫീറ്റിന് പ്രീമിയമായിട്ട് ഇട്ട് നിങ്ങളെ തലയിൽ കെട്ടേണ്ട ഒരു ഐഡിയയാണ്. പണക്കാരൻ വന്നിട്ട് തനിയായിട്ട് കാശ് വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. അവർക്ക് ഈ ബ്രാൻഡഡ് റെസിഡൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. എല്ലാവരും എന്ത് പറയണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമേ എല്ലാ ലോസിനെയും കാണിച്ചു വൈദ്യനാഥൻ. ഇത് കാരണം ഈ പ്രാവശ്യം നല്ല റിസൾട്ട് വരും, ധൈര്യമായിട്ട് ഈ ഡേറ്റിൽ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു എന്ന് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടായിരുന്നു. ഒക്ടോബറിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, അന്ന് റിസൾട്ട്സ് നോക്കാം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ധൈര്യമായിട്ട് മുമ്പേ വരുന്നു എന്ന് വെച്ചാൽ റിസൾട്ട് നന്നായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഇരിക്കുന്ന വിലയിലിരുന്ന് 14% കയറും എന്ന് പറയുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു കൺസിഡർ ചെയ്യാൻ. നമ്മൾ കൺസിഡർ ചെയ്ത് ഭദ്രമായി തകർത്തി എക്സ് വച്ചിരിക്കുന്നു. കയറിയെങ്കിൽ നമുക്ക് ലക്കാണ്. പെട്ടെന്ന് കയറത്തില്ല, മണപ്പുറം പോലെ ഒരേ ദിവസത്തിലൊന്നും കയറില്ല. എന്നെങ്കിലും കയറിയെങ്കിൽ ശരി, അതിൻ്റെ പാട്ടിൽ സ്റ്റഡി ആയിട്ട് കയറിയെങ്കിൽ ശരി തന്നെ. അടുത്തത് US ടാരിഫ്. ഈ സൺ ഫാർമയിൽ കുറച്ച് ടാരോ പ്രോഡക്റ്റിൽ മാത്രം ടാരിഫ് ഇരിക്കുന്നു. അത് വന്നിട്ട് EPS വലുതായിട്ട് അഫക്റ്റ് ചെയ്യാതെ ഞങ്ങൾ നോക്കാം അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. സെംബിക് വെയിറ്റ് ലോസ് ഡ്രഗ് ഇന്ത്യയിൽ പെട്ടെന്ന് വരുമെന്ന് പറയുന്നു. ഇന്നത്തെ തന്നെ ലുക്നിക് പറഞ്ഞിരിക്കുന്നു. അവരാണ് US കോമേഴ്സ് സെക്രട്ടറി. നിങ്ങൾ കമ്പൊക്കെ ചുറ്റി ചിലമ്പമൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ചിലമ്പമൊക്കെ ചുറ്റി നോക്കി കണ്ട് പേടിച്ച് നിങ്ങളെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് തുറന്നു വിട്ടോ. ടാരിഫിന് നിങ്ങൾ കുറച്ച് വിടാം. ടാരിഫിനെ തന്നെ ഈ ചിലമ്പം ചുറ്റുന്നതായിട്ട് പറയുന്നു. ചിലമ്പാൽ ചുറ്റുന്നതൊക്കെ ഞങ്ങൾ നിർത്താം, ഇല്ലെങ്കിൽ ട്രംപ് ചുറ്റിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്നും ലുക്നിക് പറഞ്ഞിരിക്കുന്നു. US വന്നിട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ H1B എങ്കിൽ 100,000 ബില്യൺ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ ഇതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വിസ കിട്ടുന്ന കാരണം അവിടെ ഇന്ത്യ ജനങ്ങൾ അവർ നേരെ പോയി അവിടെ സെറ്റിലാകും എന്നാണ് പറയുന്നു. അതിൻ്റെ ശേഷം BYD എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു പാവം അപ്പൂപ്പൻ നല്ല കാശ് നോക്കി ₹1 നോക്കി 4,500 രൂപ കിട്ടി. അവർക്ക് 4,500 ടൈംസ് പ്രോഫിറ്റ് അവർ നോക്കിയായിരുന്നു. അപ്പന് വയസ്സായി. ഇത് കാരണം സ്റ്റോക്കിനെ വിറ്റുകൊണ്ട് പോയി. ഞങ്ങൾക്കും അതിനും സംബന്ധമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ആ ലോക്കൽ ബ്രാൻഡിനൊക്കെ അടിച്ച് ഞങ്ങളെ പാട്ടിന് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എന്ന് BYD പറഞ്ഞിരിക്കുന്നു. കമ്പനിക്കൊന്നും വലിയ പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നു. ഈ നോക്കിയെങ്കിൽ എക്സ്പോർട്ടിനെയും ടാരിഫിനെയും ഇട്ട് അടിച്ചിട്ടുണ്ട്. FII ഇൻവെസ്റ്റ് ചെയ്യാതെ ഓടിപ്പോയി. വെളിനാട്ടിൽ ഇരുന്നുകൊണ്ട് ജെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ തിരികെ ഇറക്കാൻ പേടിക്കുന്നു. കാരണം ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ എക്സ്പോർട്ടും വളരെ അടിയാണ്, റെമിറ്റൻസും അടിയാണ്. പക്ഷെ ഇമ്പോർട്ട് സ്റ്റഡിയായിരിക്കുന്ന കാരണം രൂപ ഇന്നും വീക്കനാകും. അങ്ങനെ എന്ന് ചില എക്സ്പോർട്ട്സൊക്കെ പറയുന്നു. ആൾറെഡി അതിപാതാളത്തിലാണ് ഇരിക്കുന്നു. 78-74 വലിയച്ഛൻ എന്ത് വിഷമമെന്ന് വെച്ചാൽ ഇവരെ A1ഉം A2ഉം ഡോളറിൽ തന്നെ കടം വാങ്ങിയിട്ടുണ്ട്. $1 ബില്യൺ കടൻ വാങ്ങിയെങ്കിൽ രൂപ കയറിയാണ് എക്സ്ട്രാ വന്നത് ചെയ്ത് കൊടുക്കണം. ില്ല ICUനാൾ പോകുന്ന റുപ്പി. എല്ലാവരും മൂച്ചുപയർച്ച പറഞ്ഞു കൊടുത്ത സാമ്യരെയാണ് തേടിക്കൊണ്ടിരിക്കുന്നു. പോയെന്ന് ബട്ട് ഓവറാളാണ് നിങ്ങൾ നോക്കിയെങ്കിൽ
ഈ ബ്രോഡർ മാർക്കറ്റ് വീക്കായിരിക്കും എന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാനുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വലുതായിട്ട് ഗെയിൻ ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് അവർ അതായത് കാശ് ഇടുന്നത് നിർത്തി. ചില ആൾക്കാർ കാശിനെ വിഡ്രാ ചെയ്യുന്നു. ഇത് കാരണം കാശിന് PMSലിരുന്നും മ്യൂച്വൽ ഫണ്ടിലും നിന്ന് വിഡ്രാ ചെയ്യുന്നത് ബെറ്ററാണ്. അളഹാ കാശിനെ ബോണ്ടിലിട്ട് അതിൻ്റെ വട്ടിയെ വാങ്ങി മാസം 1-2 എന്ന് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ ലീഡിങ്ങിൽ ഇരിക്കുന്ന ഈ സ്റ്റോക്കിനെ മാത്രം വാങ്ങി കറക്റ്റ് വാങ്ങിയിട്ട് വന്നെങ്കിൽ അതിൻ്റെ പാട്ടിന് ഭയങ്കര ജോളിയായിട്ടിരിക്കും. നിങ്ങളെ ഇഷ്ടത്തിന് ആക്റ്റീവ് ഫണ്ട് മാനേജേഴ്സിൻ്റെ അടുത്ത് കൊടുത്തുവെങ്കിൽ അവർ മങ്ങാത്ത കളിച്ച് കാശിനെ കാലിയാക്കും. നിന്റെ പണം നീ എന്ത് വേണമെങ്കിലും ചെയ്യാം. മങ്ങാത്ത കളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുത്തുവെങ്കിൽ അവർ നന്നായിട്ട് കളിക്കും. പിന്നെ മങ്ങാത്ത കളിച്ച് കാശ് പോയെങ്കിൽ പിന്നെ വിഷമിക്കരുത്. നന്ദി, നമസ്കാരം.